പരിമിതികളല്ല, മനസ്സാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നതെന്ന് തെളിയിച്ചൊരു വ്യക്തി. ഒരു കൈകൊണ്ട് ഇത്ര മനോഹരമായി എംബ്രോയിഡറി വർക്കുകൾ ചെയ്ത ഒരു ടാലന്റ് ആർട്ടിസ്റ്റ് അഞ്ജന. അഞ്ജനയാണ് നമ്മളോടൊപ്പം ഇന്ന് ഷീറോസിലുള്ളത്. ഇനിയും ഞാൻ സസ്പെൻസ് ഇടുന്നില്ല, നമുക്ക് ആളെ നേരിട്ട് കണ്ട് വിശേഷങ്ങൾ ചോദിക്കാം. Sheroes, Women Rises. ഹായ്, എൻ്റെ പേര് അഞ്ജന. അൺഹാൻഡ് എംബ്രോയിഡറി എന്ന പേരിലുള്ള ഒരു സംരംഭത്തിന്റെ ഉടമയാണ് ഞാനിപ്പോ എംബ്രോയിഡറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കസ്റ്റമൈസേഷൻ ചെയ്ത് ഞാൻ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ ഉടുപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ടീഷർട്ടിലും ഷർട്ടിലൊക്കെ കസ്റ്റമൈസ് ചെയ്തുള്ള വർക്കുകളും അല്ലാതെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം നാളായിട്ടില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ട് സപ്പോർട്ട് ചെയ്തത് അമ്മയാണ്. അതിനേക്കാൾ ഉപരി ഹസ്ബൻഡാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കുന്നത്. ഞാൻ ഈ ഒരു ടൈമിൽ ഇവിടെ ജോലിയൊന്നും കിട്ടാതെ ഇവിടെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഇതിനുള്ള ആ ഒരു ടൈം തന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ വളരാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പുതിയ കാര്യം ട്രൈ ചെയ്യാനും. ഓൾറെഡി എംബ്രോയിഡറി എന്ന് പറയുമ്പോൾ അറിയാം, അത് തയ്ക്കുന്നവർക്ക് അറിയാൻ പറ്റുമോ, നല്ല ടൈം എടുക്കുന്ന ഒരു വർക്കാണ്, ഒരു ആർട്ടാണല്ലോ. ഒരു വർക്കിനേക്കാൾ ഉപരി അതൊരു ആർട്ടാണല്ലോ. അപ്പോ അത് ഓൾറെഡി ടൈം എടുക്കും. എങ്കിലും ഞാന് എന്ത് കാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അദ്ദേഹം അറിയുന്നില്ല. ഞാനിങ്ങനെ എന്തൊക്കെയോ ഇരുന്ന് ചെയ്യുന്നു. പിന്നെ കുറെ ടൈമിന് ശേഷമാണ് എന്തൊക്കെയൊക്കെയോ ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ടീഷർട്ടിലും ഷർട്ടിലും എന്റെ കുറെ ഡ്രസ്സുകളിലൊക്കെ ഞാൻ ചെയ്ത് കുറെ ആയപ്പോ അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞത്, ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പേജ് ഉണ്ടാക്കാം. എന്നിട്ട് അതില് ഇതുപോലെ ഞാൻ ഒത്തിരി ടൈം എടുത്ത് എഫോർട്ട് എടുത്ത് ചെയ്തൊരു വർക്കാണല്ലോ, ഒരു ആർട്ടാണല്ലോ. അപ്പൊ നമുക്ക് അതില് എടുത്തിടാം എന്ന് പറഞ്ഞ് നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുത്തിടാം. അപ്പോ അങ്ങനെ ഹസ്ബൻഡാണ് നമുക്ക് ഒരു സോഷ്യൽ മീഡിയ പേജ് ഉണ്ടാക്കാം, അതില് ഇപ്പൊ കുറെ കാലം കഴിഞ്ഞാലും അവിടെ കിടന്നോളുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു പേജ്, പുള്ളി തന്നെയാണ് ആ ഒരു പേരൊക്കെ സജസ്റ്റ് ചെയ്തത്. അങ്ങനെ പേജ് ഉണ്ടാക്കിയതും അതിലേക്ക് ഇതുപോലെ ഓരോരോ വർക്കുകൾ ആദ്യം ചെയ്ത് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ടൊക്കെ ഇടാൻ തുടങ്ങി. അപ്പോ ഞാനങ്ങനെ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല, ആർക്കും അയച്ചൊന്നും കൊടുത്തിട്ടില്ല, ഇങ്ങനെ ഒരു പേജിന്റെ കാര്യം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആദ്യത്തെ ഒരു വീഡിയോ തന്നെ ഒരാഴ്ചക്കുള്ളിൽ പെട്ടെന്ന് ആൾക്കാരിലേക്ക് ശ്രദ്ധിക്കപ്പെട്ടു. ഒത്തിരി പേര് ശ്രദ്ധിക്കാൻ തുടങ്ങി, ചോദിക്കാൻ തുടങ്ങി. അങ്ങനെയായിരുന്നു പിന്നീട് അതൊരു ബിസിനസ്സിലേക്ക് കടന്നത്. ഇല്ല, അങ്ങനെ ഒരു പ്രതീക്ഷയോട് കൂടി തുടങ്ങിയതായിരുന്നില്ല. ഇപ്പൊ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമുക്ക് സമൂഹത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് സപ്പോർട്ട് ഒരുപാട് ഭാഗത്തുനിന്ന് കിട്ടും എന്നുള്ളൊരു കാര്യം ഞാൻ സത്യത്തിൽ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞാൻ അധികം സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നില്ല. ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും അധികം ഉപയോഗിക്കുന്ന ആളായിരുന്നില്ല. അപ്പോ ഞാനിപ്പോ ഇതിങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്, നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഇവിടെ ഉണ്ട്. നമ്മള് അതിനു വേണ്ടി ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വരും എന്നുള്ളൊരു കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ചലഞ്ചിങ്, എനിക്ക് എംബ്രോയിഡറി ഞാൻ പഠിച്ചിട്ടല്ല തുടങ്ങിയെന്നുള്ളതായിരുന്നു ഏറ്റവും ആദ്യത്തെ ചലഞ്ച്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ടൈം എടുക്കുമായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു കൈ കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് വീണ്ടും അതനുസരിച്ച് ടൈം എടുക്കുന്നുണ്ട്. പിന്നെ ചിലര് നമുക്ക് വർക്ക് തരുമ്പോ അവർക്കറിയില്ല, ഹാൻഡ് വർക്കാണ്, അതിൻ്റെതായ ഒരു ടൈം എടുക്കും എന്നുള്ളതിനെ കുറിച്ച് അവർക്കും അറിയില്ല. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ, എനിക്ക് സമയത്തിന്റെ പ്രശ്നങ്ങൾ നല്ലപോലെ ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഒപ്പം നമ്മളിപ്പോ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പേജ് തുടങ്ങിയപ്പോ
ആ ഒരു പേജ് ഹാൻഡിൽ ചെയ്യാനും അതിന്റെ കൂടെ തന്നെ എനിക്ക് സ്റ്റിച്ചിങ് ഹാൻഡിൽ ചെയ്യാനും എല്ലാം കൂടെ എനിക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആൾക്കാരോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തതനുസരിച്ച് നമുക്കതനുസരിച്ച് വർക്ക് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോ ഒരു വെബ്സൈറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എംബ്രോയിഡറി വർക്ക് അത് ഓരോന്നിന്റെയും വലിപ്പവും അതിന്റെ ഡിസൈനും അതിന്റെ ആ ഒരു തിക്നെസ്സും ഡിസൈൻ എല്ലാം എല്ലാം ഡിപ്പെൻസ് ആണ്. നമ്മള് ഒരു ചെറിയ വർക്ക് ചെയ്യാൻ വേണ്ടി തന്നെ മണിക്കൂറുകളോളം എടുക്കും. ഒരു ഒരു 5 സെന്റിമീറ്റർ വലിപ്പമുള്ള വർക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ എങ്കിലും എടുക്കും. അപ്പൊ ആ ഒരു 4 മണിക്കൂറൊന്നും നമുക്ക് കണ്ടിന്യൂസ് ഇരുന്ന് നമുക്കൊരു മെഷീനെ പോലെ ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പൊ അതിന്റേതായ താമസമുണ്ട്. ഒരു ചെറിയ വർക്കിന് പോലും അതിന്റെ ടൈം എടുക്കും. അപ്പൊ വലിയ വലിയ വർക്കുകൾ ചെയ്യുമ്പോ ഞാൻ ഇതിനു മുന്നേ ഒരു ഗീവർഗീസ് പുണ്യാളന്റെ ഒരു പിക്ചർ ഞാൻ ഇങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തായിരുന്നു. അത് ഏകദേശം ഒരു 1.5 ആഴ്ചയോളം കണ്ടിന്യൂസ് ചെയ്തിട്ട് 1.5 ആഴ്ച ഏകദേശം അതിന് മേളിലെടുത്തു ആ ഒരു വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട്. അത് ഫേവറേറ്റ് എന്നതിനേക്കാൾ അത് ഇച്ചിരി ടഫായിരുന്നു. അപ്പൊ ഇച്ചിരി അധികം എഫോർട്ട് എടുത്ത് ചില രാത്രികളിലൊക്കെ ഉറക്കമിളച്ചിരുന്നൊക്കെ ഇരുന്നായിരുന്നു ചെയ്ത് തീർത്തത്. കാരണം ആ ഒരു ടൈമിനുള്ളിൽ തീർക്കണമായിരുന്നു. അപ്പൊ കുറച്ച് തിരക്കുണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ ചെയ്ത് തീർത്തത് കൊണ്ട് അത് ഇച്ചിരി അധികം എഫോർട്ടും എടുത്തു, ടൈമും എടുത്തു. അപ്പോ എനിക്ക് അതിനോടൊരു ഇഷ്ടമുണ്ട്. എങ്കിലും എന്റെ എല്ലാ വർക്കുകളും എനിക്കിഷ്ടം പ്രിയപ്പെട്ടത് തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എന്റെ എല്ലാ വർക്കുകളും. കാരണം എല്ലാ വർക്കുകളും യൂണീക്കാണ്. ഒരേ വർക്കുകൾ പിന്നീട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉടുപ്പുകൾ ചെയ്യുമ്പോൾ കോമൺ ആയിട്ടുള്ള കുറെ ഉടുപ്പുകൾ ചെയ്തിട്ടുണ്ട്. ഒരു ഉടുപ്പ് ചെയ്യുമ്പോൾ അത് ഇഷ്ടപ്പെടുമ്പോൾ അതുപോലത്തെ ഉടുപ്പുകൾ കുറെ അങ്ങ് ചോദിക്കുന്നവരുണ്ട്. അല്ലാതെ എംബ്രോയിഡറി എല്ലാം തന്നെ യൂണീക്ക് ആയിരിക്കും. അപ്പോ എന്റെ എല്ലാ വർക്കുകളും എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഇൻസ്റ്റഗ്രാമില് ആദ്യമായിട്ട് വൈറലായത് ഇതുപോലെ ഒരു 2 ഉടുപ്പ് ഞാൻ ചെയ്തായിരുന്നു. പേജിക്ക് ഇത്രയും ആൾക്കാരിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ എന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ ഇതുപോലെ ഒരു സാധാ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് അധികം ഭംഗിയൊന്നും ഇല്ലാത്തൊരു മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൽ ഒരുപാട് ടൈം ആ ടൈമിൽ അധികം വർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അത്രയും തിരക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ അത്യാവശ്യം നല്ലപോലെ ഹെവി ആയിട്ട് തന്നെ ടൈം എടുത്തിട്ട് നല്ലപോലെ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തു. ഒരു ഉടുപ്പിന്റെ യോക്ക് പോർഷനിൽ നല്ലപോലെ ഒത്തിരി വർക്ക് ചെയ്തെടുത്തു. അപ്പോ അതിന്റെ വീഡിയോ ചെയ്തപ്പോഴാണ് ഏറ്റവും ആദ്യമായിട്ട് എനിക്കൊന്ന് 10 ലക്ഷം അത്ര വ്യൂ വന്നു ആ ഒറ്റൊരു വീഡിയോയ്ക്ക്. അതായിരുന്നു ഏറ്റവും ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ വീഡിയോ. അതിന്റെ ഒത്തിരി പേര് ചോദിച്ചു ആ സെയിം ഫ്രോക്ക് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചു. പക്ഷെ ആ സമയത്ത് ഞാൻ ഇത്രയും ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചെയ്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് അതൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് വിഷമമുണ്ട് ഇപ്പൊ എനിക്ക്. ഒരുപാട് പേര് പഠിപ്പിക്കുമെന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചായിരുന്നു. ഞാൻ അല്ലാതെ ഇപ്പൊ കുട്ടികൾക്ക് വർക്ക്ഷോപ്പ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എംബ്രോയിഡറി പഠിച്ചിട്ടില്ല ഞാൻ. പക്ഷെ കുട്ടികൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി അതിന് ആ ഒരു താല്പര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ളതൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ ശരിക്കും മെസ്സേജിൽ എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തിട്ടുള്ളത് എന്നെ പോലുള്ള കുട്ടികളുള്ള പേരൻസ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര്. അപ്പോ ഈ അടുത്തും കൂടി ഇതുപോലെ ഒരാള് മെസ്സേജ് അയച്ചു. അവർക്ക് ഒരു കുട്ടി റീസെന്റ് ഉണ്ടായതേ ഉള്ളൂ. അപ്പോ ഇതുപോലെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നെ പോലെ ആണെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ അയച്ചു തന്നപ്പോ അവർക്ക് ആ സമയത്ത് വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ കാണുമ്പോൾ അവർക്കൊരു ധൈര്യമുണ്ട്. ഈ കുട്ടീനെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് വളർത്തിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ധൈര്യമുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു മെസ്സേജ് അയച്ചു. അത് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. ഞാൻ അങ്ങനെയുള്ളവർക്ക് ഒരു ധൈര്യമാവുന്നുണ്ടല്ലോ, ഒരു മാതൃകയാകാൻ എനിക്ക് പറ്റുന്നുണ്ടല്ലോ ഞാനായിട്ട് ജീവിക്കുന്നത് കൊണ്ട്. അത് എനിക്ക് ഒരുപാട് എന്നെ ടച്ച് ചെയ്ത മെസ്സേജുകളാണ്. അങ്ങനത്തെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ പേരൻസ് ആയിട്ടല്ലാതെ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ശരിക്കും എന്നെ പോലുള്ളവരില് വളരെ ചുരുക്കമായിട്ടുള്ളവർ മാത്രമേ ഇങ്ങനെ മുന്നിലേക്ക് വരുന്നവരുള്ളൂ. ഒത്തിരി പേര് വളരെ കഷ്ടപ്പെടുന്നവരുണ്ട്. ഏറ്റവും കൂടുതൽ ഒരു മാനസികമായിട്ട് തന്നെ അവരുടെ ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്ന് തന്നെ പുറത്ത് കടക്കാൻ പറ്റാതെ ഞാനും ആ ഒരു സ്റ്റേജിൽ ഒരുപാട് കാലം ജീവിച്ച ഒരാളാണ്. അപ്പോ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് ഓൾറെഡി. അങ്ങനെയുള്ളവർ ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ഹെൽപ്പിംഗ് ആണ്, ഒരു മോട്ടിവേഷൻ ആണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. ഞാനൊരു എംബ്രോയിഡറി ഒരു ബിസിനസ് ചെയ്യുന്നതിനേക്കാളും അങ്ങനെയുള്ളവർക്ക് ഞാനൊരു മോട്ടിവേഷൻ ആവുന്നുണ്ടെന്നുള്ളത് ഭയങ്കര സന്തോഷമുണ്ട്. ഹോബീസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹവും ഇഷ്ടമുള്ള ഒരാളാണ്. ഞാനിപ്പോ കരാട്ടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് സൈക്ലിംഗ് ഇഷ്ടമാണ്. പിന്നെ സ്വിമ്മിങ് ഇഷ്ടമാണ്. പിന്നെ റീഡിങ്
പിന്നെ ട്രാവലിങ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. അതെല്ലാം എന്റെ ഹോബിയാണെന്ന് പറയാം. എനിക്ക് ടൈം കിട്ടുമ്പോൾ എല്ലാം ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ എപ്പോഴും ടൈം ഇങ്ങനെ എന്തിനെങ്കിലുമൊക്കെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ്. അത് നമുക്ക് ഭയങ്കര നമുക്ക് മെന്റലി എപ്പോഴും നമുക്ക് ഭയങ്കര ഒരു ചിയർഫുൾ ആയിരിക്കുമല്ലോ നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെയാണ് എന്റെ ഹോബീസ്. പിന്നെ തയ്ക്കുന്നത് ഓഫ് കോഴ്സ് എന്റെ ഹോബിയാണ്. തയ്ക്കുന്നത്, ഒരു പുതിയൊരു വർക്ക്, ഒരു ഒരു പുതിയൊരു സാധനം സൃഷ്ടിച്ചെടുക്കുക, ഒരു പുതിയൊരു വസ്തു സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തിനേക്കാളും ഉപരി അതൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. നമ്മൾ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്തെടുത്തു എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളൊരു ക്രിയേറ്റ് ചെയ്തു, നമ്മളൊരു ശില്പം ഉണ്ടാക്കിയെടുത്തത് പോലെയാണല്ലോ എന്തെങ്കിലും ഒരു തയ്ച്ച് ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തയ്ക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആക്ച്വലി പേരെനിക്ക് പറയാൻ പറ്റില്ല. ഇതുപോലെ ഞാൻ ഉടുപ്പ് ചെയ്തപ്പോ അതില് എനിക്ക് ഇതുപോലെ ഒരു ഉടുപ്പ് ആളുടെ മോൾക്ക് വേണ്ടിയിട്ട് ഉടുപ്പ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ച് തുടക്കത്തിൽ ആ സമയത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്കത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നീട് എനിക്ക് അവരോട് തിരിച്ചു പറയണമെന്നുണ്ട്. എനിക്ക് ആ സമയത്ത് നിവൃത്തികേട് കൊണ്ടാണ് ഞാൻ അത്രയും എനിക്ക് ടെൻഷനായിപ്പോയി. നമ്മളോട് അത്ര വലിയ ആൾക്കാരൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആയി വരുന്നതേ ഉള്ളൂ ആ സമയത്ത്. അപ്പൊ അവർക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ 1-2 പേര് അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ അല്ലാതെ ഞാനിപ്പോ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി സാറിന് ഞാനൊരു ഷർട്ടില് ഇതുപോലെ എംബ്രോയിഡറി ചെയ്ത് കൊടുക്കാൻ പറ്റി. പിന്നെ അതുപോലെ ഫിനാൻസ് മിനിസ്റ്ററിന് ഞാൻ ഇതുപോലെ ഒരു എംബ്രോയിഡറി വർക്ക് ഞാൻ ചെയ്ത് കൊടുത്തു. അപ്പൊ അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ചിലർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല ചോദിച്ചെങ്കിലും. അങ്ങനെ കുറച്ച് കുറച്ച് അങ്ങനത്തെ ഓർമ്മകളുണ്ട്. സ്റ്റിച്ചിങ് ഞാന് അമ്മാമ്മയുടെ മെഷീനിലാണ് ഞാൻ തയ്ച്ചു തുടങ്ങിയത്. അപ്പോ അമ്മാമ്മയുടെ മെഷീനിൽ ഒരു 60 കൊല്ലം പഴക്കമുണ്ട് മിനിമം. അപ്പോ അതിൽ തയ്ക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറെ നാള് തയ്ക്കാണ്ടിരിക്കുന്ന ഒരു മെഷീനായിരുന്നു. അപ്പൊ അത് ഞാൻ പോയി സർവീസിനൊക്കെ കൊടുത്ത് സർവീസ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പൊ അവര് പറഞ്ഞത് അധികം കാലം നിക്കില്ല, ഓൾറെഡി ഇത്രയും പഴക്കമുണ്ട്, അതുകൊണ്ട് അധികം ലാസ്റ്റ് ചെയ്യൂല, സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞാണെങ്കിലും ഞാൻ തയ്ക്കുമ്പോൾ നൂലൊക്കെ പൊട്ടിപ്പോവും, ചിലപ്പോൾ കെട്ടുവീഴ്ച, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും അതിൽ ഞാൻ കുറെ തയ്ച്ചു. അപ്പോൾ കുറെ വീഡിയോയിൽ ആ മെഷീൻ വന്നു. അപ്പോ നമ്മളെ ഉഷ നേരിട്ട് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ എനിക്ക് തന്ന മെഷീനാണ് ഇത്. അവര് നമുക്ക് തന്നതാണ്, ഗിഫ്റ്റ് ചെയ്തതാണ് ഈ മെഷീൻ. പിന്നെ ഇതിലായിരുന്നു തയ്യൽ മുഴുവനും. പിന്നെ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ഗിഫ്റ്റ് ആയിട്ട് വേറൊരു ചെറിയ മെഷീനും കിട്ടി. പിന്നെ അതിനുശേഷം ഇപ്പോ എംബ്രോയിഡറി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് നമുക്ക് CSR ഫണ്ടിന്റെ പിന്നെ ഉഷയുടെ ഹെൽപ്പോട് കൂടി നമ്മളൊരു എംബ്രോയിഡറി മെഷീനും കൂടെ മേടിച്ചു. ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് ഹാൻഡ് വർക്കിനും അല്ലാതെ മെഷീൻ എംബ്രോയിഡറിക്കും കൂടെ ആയിട്ട്. പിന്നെ നമുക്ക് തയ്ക്കാൻ വേണ്ടി കുറച്ച് ചേച്ചിമാരുണ്ട്, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ചേച്ചിമാരുണ്ട്. അവരവരുടെ വീട്ടിലിരുന്ന് തയ്ക്കും, ഞാൻ അവർക്ക് മെറ്റീരിയലൊക്കെ കൊണ്ടു കൊടുക്കും, അവർ തയ്ച്ചു തരും. അങ്ങനെ കുറച്ച് ചേച്ചിമാരും ഉണ്ട്. അങ്ങനെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതലും എല്ലാരും നമുക്ക് ഇൻസ്റ്റഗ്രാം വഴി തന്നെയാണ് എല്ലാരും മെസ്സേജ് അയക്കുന്നത്. പിന്നെ അല്ലാതെ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, www.onehandembroidery.com. അതിലുണ്ട്. പക്ഷെ നമ്മളത് ആക്റ്റീവ് ആക്കിയിട്ടില്ല. ഇപ്പോ അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട്, വർക്ക് ചെയ്യാൻ വേണ്ടി അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് ആക്റ്റീവായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്കിലും നമ്മൾ അതിലും ഉണ്ട്. പിന്നെ ഫേസ്ബുക്കിലും ഉണ്ട്, യൂട്യൂബിലും ഉണ്ട്. എവിടെ വേണമെങ്കിലും നമ്മളെ കിട്ടും, എവിടെയാണെങ്കിലും കുഴപ്പമില്ല. എല്ലായിടത്തും സെയിം പേരാണ്, വൺ ഹാൻഡ് എംബ്രോയിഡറി തന്നെയാണ്. അങ്ങനെ ചോദിച്ചാൽ എല്ലാ വർക്കുകളും കൂടുതലും നല്ല എല്ലാ വർക്കുകളും തന്നെ കസ്റ്റമൈസേഷൻ തന്നെയാണ്. അതില് ചിലവര് ഒരുപാട് ഡിമാൻഡ് പറയും. എങ്കിലും എല്ലാ വർക്കുകളും പ്രത്യേകിച്ചും അവരുടെ ആ ഒരു ഓർമ്മ, അല്ലെങ്കിൽ അവരുടെ ഒരു സ്പെഷ്യൽ മൊമെന്റ് ആണ് ഇതുപോലെ ഒരു ഡ്രസ്സിൽ ഒരു ആർട്ട് വർക്ക് ആയിട്ട് അവർ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ എല്ലാ വർക്കുകളും തന്നെ ഇതുപോലെ സ്പെഷ്യൽ ആണ്. ഞാൻ ചെയ്യുന്ന എല്ലാ വർക്കുകളും അതിൻ്റെതായ ഒരു ഇമോഷൻ അടങ്ങിയിട്ടുണ്ട് അതില്. അപ്പോൾ എനിക്ക് എല്ലാ വർക്കുകളും സ്പെഷ്യൽ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ഒരു ഒരു അമ്മ ഇതുപോലെ എന്നെ കോണ്ടാക്ട് ചെയ്തു. ആളുടെ കുഞ്ഞ് 6-ാം മാസത്തിൽ ജനിച്ചു. പക്ഷെ വേറെ ആരും കണ്ടിട്ടില്ല, ഹോസ്പിറ്റലിൽ ആണ്, അമ്മ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആളെ ഇതുപോലെ 9 മാസത്തിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കാൻ പോകുമ്പോൾ ആദ്യമായിട്ട് ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉടുപ്പ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ഉടുപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോ അത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും. അപ്പൊ നമ്മളത് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ചെയ്ത് കൊടുത്തത്. അത്രയും വലിയൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നമുക്കത് അങ്ങനെ കൊടുക്കാനാണ് തോന്നിയത്. ഓൾറെഡി നമ്മളെ അടുത്ത് വരുന്ന എല്ലാവരും ആ കാര്യം പറഞ്ഞ് തന്നെയാണ് വരുന്നത്, ഇൻസ്പയർ ആവുന്നുണ്ടെന്ന് പറഞ്ഞ് തന്നെയാണ് വരുന്നത്.
എങ്കിലും എല്ലാവർക്കും അവരവരുടേതായ ഓരോ പേഴ്സണൽ സ്റ്റോറിയും അവരുടേതായ ഒരു വെല്ലുവിളിയും അവരുടേതായ ഒരു സക്സസ് സ്റ്റോറിയും എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ എല്ലാം ഈച്ച് ആൻഡ് എവ്രി വൺ എല്ലാവരുടെയും സ്റ്റോറി യുണീക്കാണ്. എല്ലാവർക്കും അവരവരുടേതായ സ്റ്റോറിയിൽ ചിലപ്പോൾ ചില വില്ലന്മാരുണ്ടാവും, ചില നായകന്മാരുണ്ടാവും, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പൊ എല്ലാവരുടെയും സ്റ്റോറി അവർക്ക് സ്പെഷ്യൽ തന്നെയാണ്. അപ്പോൾ നമ്മളതില് നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുക, അവിടെയാണല്ലോ അതിന്റെ സക്സസ് ഇരിക്കുന്നത്. നമ്മുടെ ലൈഫിന്റെ സക്സസ് നമ്മളുടെ ലൈഫിൽ നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മൾ ആരെയായിട്ട് കമ്പയർ ചെയ്യുമല്ലോ, വേറൊരാളുമായിട്ട് അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുമല്ലോ. നമ്മുടെ ലൈഫിൽ നമ്മുടെ സാഹചര്യം അല്ല വേറൊരാൾക്ക്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരാൾക്ക്. അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടിരിക്കുക. അതില് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകും, അങ്ങനെയാണ് നമ്മുടെ ലൈഫ്. പക്ഷെ നമുക്ക് പറ്റുന്നത് പോലെ അതിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. പൊതുവെ ശരിക്കും പറഞ്ഞാൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തവരുണ്ടാവും, ഓഫ് കോഴ്സ് ഉണ്ടാവും. പക്ഷെ എനിക്ക് അവരെയൊന്നും ഞാൻ അങ്ങനെ, സത്യം പറഞ്ഞാൽ ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെയല്ല, എന്നോട് ആരും നേരിട്ട് ഡയറക്റ്റ്ലി അങ്ങനെ പറഞ്ഞിട്ടില്ല ഇതുവരെ എന്നെ കൊണ്ട് അങ്ങനെ പറ്റില്ല എന്ന്. കാരണം ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. ഞാൻ ഒരു കാര്യത്തിലും ഞാൻ പിന്നോട്ട് നിൽക്കുന്ന ഒരാളല്ല. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തി ആയിരുന്നു പണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനത്തെ ഒരാളെ അല്ല. അതുകൊണ്ട് ഡയറക്റ്റ്ലി എന്നോട് അങ്ങനെ ആരും പറയാനുള്ള ധൈര്യം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ എന്റെ ഇരട്ടി തിരിച്ച് ഞാൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു വാശിയുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ എന്റെ അടുത്ത് അങ്ങനെ ആരും നേരിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. സ്റ്റിൽ അങ്ങനെ വിചാരിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ട്, അതെനിക്ക് അറിയാം. എനിക്ക് നമുക്ക് ഡയറക്റ്റ് അല്ലാതെ അറിയാം. നേരിട്ട് പറഞ്ഞിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ എങ്കിലും എന്റെ കൂടെ നിന്നതിന്, എനിക്ക് ആ ഒരു വാശി കേറാൻ വേണ്ടിയിട്ട്, വിജയിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു വാശി എനിക്ക് തന്നതിന് അവരോട് താങ്ക് യു. തീർച്ചയായിട്ടും ശരിക്കും സോഷ്യൽ മീഡിയ തന്നെയാണ് എന്റെ ഇപ്പോഴത്തെ ഒരു ലൈഫ് ചേഞ്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്ര അവസരങ്ങൾ കിട്ടുന്നത്. ഉറപ്പായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ സോഷ്യൽ മീഡിയ അധികം ഉപയോഗിച്ചിരുന്ന ഒരാളായിരുന്നില്ല. അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനൊരു ഇത്രയും ഒരു അവസരം ഇവിടെ ഉണ്ട്. ഈ ലോകത്തിൽ ഇത്രയേറെ അവസരങ്ങൾ നമുക്ക് ഇവിടെ മറിഞ്ഞു കിടപ്പുണ്ടെന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒട്ടും ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നില്ല. പക്ഷെ ഇപ്പോ എനിക്ക് മനസ്സിലായി, സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ഒരു ലൈഫ് തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ഹെൽപ്പ് ചെയ്യാൻ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്കിപ്പോ മനസ്സിലായി. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയാണ്. ഓഫ് കോഴ്സ് അതിനൊരു ഡിഫക്റ്റ് ഉണ്ട്, വലിയൊരു നെഗറ്റീവ് ഉണ്ട്. പക്ഷെ അതിലപ്പുറം വലിയൊരു പോസിറ്റീവും ഉണ്ട് അതിന്. നെഗറ്റീവ് ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയ ആണ്, എല്ലാ തരത്തിലുള്ള ആൾക്കാർ അത് ഉപയോഗിക്കുന്നുണ്ട്. പലരും പല രീതിയിൽ സംസാരിക്കുന്നവരാണ്. എങ്കിലും നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു കമന്റ് വരുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള വീഡിയോയും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മൾ ഇതുവരെയും സമൂഹത്തിന് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലേ നമ്മൾ ഇതുവരെയും എല്ലാ വീഡിയോയും ചെയ്തിട്ടുള്ളൂ. എങ്കിലും അതിലും ചിലവര് കുറ്റം കണ്ടുപിടിക്കുന്നവരുണ്ട്. പക്ഷെ അവരോട് നമ്മൾ വളരെ മാന്യമായിട്ട് തന്നെ, വളരെ മെച്യൂർഡായിട്ട് തന്നെ അവരോട് നമ്മൾ തിരിച്ച് റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ കമന്റുകളൊന്നും, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കാറില്ല. അതൊന്നും അല്ലല്ലോ എന്റെ ലൈഫ്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നെ ഒട്ടും തന്നെ ബാധിക്കാറില്ല, എന്നെ എഫക്ട് ചെയ്യാറേ ഇല്ല. ശരിക്കും പറയുവാണെങ്കിൽ പഴയ ഞാൻ എന്ന് പറഞ്ഞ ഒരു തൊട്ടടുത്തിരിക്കുന്ന ഒരാളോട് സംസാരിക്കാൻ പോലുമുള്ള ധൈര്യം ഉണ്ടായിരുന്ന ഒരാളായിരുന്നില്ല ഞാൻ. ആ ഒരു കാലത്ത് ശരിക്കും ഒന്ന് പഠിക്കണം, നല്ല നിലയിൽ എത്തണം, പേരൻസിനെ ഒന്ന് പ്രൗഡ് ആക്കണം, അല്ല നല്ലൊരു ജോലി മേടിച്ച് നല്ലൊരു ഫാമിലി ആയിട്ട് സമാധാനത്തിൽ ജീവിക്കണം എന്നൊരു ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു ആ സമയത്ത്. കാരണം അത്രയും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ അത്രയും ഡൗൺ ആയിട്ട്, അത്രയും മെന്റലി സ്ട്രഗിൾ ചെയ്ത് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. ആ ഒരു എനിക്കിപ്പോ ഇവിടം വരെ എത്താൻ പറ്റിയത് തന്നെ ഒരുപാട് ഒരു അത്ഭുതം തന്നെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ദൈവാനുഗ്രഹം തന്നെയാണ് എന്റെ ലൈഫിൽ ഇതുവരെ സംഭവിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത, അല്ലെ എന്നെ പരിചയമുള്ളവർക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പൊ എന്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പത്തിൽ അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു നല്ല നിലയിൽ എത്തണം എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും സ്ട്രോങ് ആവാനുള്ള കാരണം ഓഫ് കോഴ്സ് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസസ് തന്നെയാണ്. കുറെ കാര്യങ്ങൾ പഠിപ്പിക്കും. നമ്മളങ്ങനെ ഡൗൺ ആയിട്ടിരുന്നാലും അതിൽ കാര്യമൊന്നുമില്ല, നമുക്ക് ഒരു ലൈഫല്ലേ ഉള്ളൂ. അപ്പോൾ ശരിക്കും മെന്റലി എനിക്ക് ഒരുപാട് പേര് ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ വലിയൊരു സപ്പോർട്ടിങ് പില്ലേഴ്സ്, എന്റെ ഫാമിലി, എനിക്ക് ഇപ്പൊ ഒരു ധൈര്യം തരുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. എങ്കിലും ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസസ്
എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, അങ്ങനെ നിന്നിട്ടല്ലേ കാര്യമുള്ളൂ. നീട്ടി വെക്കാതിരിക്കുക. എന്തെങ്കിലും ഐഡിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നാളെ ആവട്ടെ എന്ന് ഓർത്ത് നീട്ടി വെക്കാതിരിക്കുക. ഇപ്പൊ തന്നെ തുടങ്ങുക, ഇന്നൊന്നല്ല, ഇപ്പോ തന്നെ തുടങ്ങുക. അത് എന്റെ കാര്യം പറയുകയാണെങ്കിൽ വെറും 0 ബഡ്ജറ്റിൽ നിന്ന് തുടങ്ങിയതാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ബാക്കപ്പ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ട് തുടങ്ങിയതല്ല. അപ്പോ തടസ്സങ്ങള് ഒരുപാടുണ്ടാവും, പക്ഷെ തുടങ്ങിയാലല്ലേ ബാക്കി തടസ്സങ്ങൾ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. നിലവിലുള്ളത് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ആ ഒരു പൊസിഷൻ തന്നെ എനിക്ക് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാരണം ജോലി കിട്ടാതെ ബുദ്ധിമുട്ടിയിരുന്ന് ഞാനിപ്പോ കുറച്ച് ചേച്ചിമാർക്ക് ജോലി കൊടുക്കുന്നുണ്ടെന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അത് കൂടാതെ 2 മന്ത്രിമാരെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റി. അതിലൊരാൾക്ക് എൻ്റെ ഒരു വർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റി. ഫിനാൻസ് മിനിസ്റ്റർ KN ബാലഗോപാൽ സാറിന് എൻ്റെ ഒരു ഹാൻഡ് വർക്ക് ചെയ്തൊരു ഷർട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റി. പിന്നെ അതല്ലാതെ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി സാറിന് എനിക്ക് ഷർട്ട് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഇതുപോലെ ഒരുപാട് ചാനലുകളിൽ പലയിടത്തും വരാൻ പറ്റി എന്നുള്ളതും, പിന്നെ അതിൽ മനോരമയിൽ പെൺതാരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ഒരു പ്രൈസ് കിട്ടി. അതുപോലെ നീണ്ടു പോകുന്നുണ്ട് ഒരുപാട് അച്ചീവ്മെന്റ്സ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് ഇതുപോലെ. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഒക്കെ വലിയ വലിയ അച്ചീവ്മെന്റ്സ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ശരിക്കും ഇത് വലിയൊരു ബ്രാൻഡ് ആക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ വലിയൊരു ആഗ്രഹമുണ്ട്. എൻ്റെ കൂടെ തന്നെ എന്നെപ്പോലെ ഉള്ളവരെ എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു ഭാഗമാക്കി തന്നെ എന്നെപ്പോലുള്ള ഒരുപാട് പേർക്ക് എനിക്കൊരു വെളിച്ചമാകാൻ സാധിക്കണം എന്നുള്ളൊരാഗ്രഹം കൂടി എനിക്കുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആഗ്രഹങ്ങൾ ഇപ്പോൾ ഉള്ളത്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. She rose. Women rises. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.